നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെയാണ്. അയർലൻഡാണ് എതിരാളികൾ. ആരായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക? ആ ഒരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. സന്നാഹ മത്സരത്തിൽ സഞ്ജു സാംസണും രോഹിത് ശർമ്മയുമാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഏതായാലും വിരാട് കോഹ്ലി കൂടി എത്തുമ്പോൾ, യശസ്വി ജയ്സ്വാളും ടീമിലുള്ളപ്പോൾ ആരോപ്പൺ ചെയ്യുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനുള്ള ഉത്തരം ഇന്നലെ രാഹുൽ ദ്രാവിഡിനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് ആരോപ്പൺ ചെയ്യും എന്നുള്ള ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക. ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി എന്താണ് ഞങ്ങളുടെ ആ ഒരു പ്ലാൻ, സ്ട്രാറ്റജി എന്നുള്ളത് ഞാനിവിടെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. രോഹിത് ടീമിലുണ്ട്, ജയ്സ്വാളുണ്ട്. രോഹിത്തും ജയ്സ്വാളും ഉണ്ട്. പിന്നെ വിരാട് IPL നല്ല രൂപത്തിൽ ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ 3 ഓപ്ഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് ടീം ഇറക്കുക എന്നുള്ളതാണ്. ആ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആരെ ഇറക്കും എന്നുള്ളത് തീരുമാനിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി കൈൻഡ് ഓഫ് കോമ്പിനേഷൻ വി ഗോ ഇൻ ടു ദീസ് ഗെയിംസ് വിത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും മത്സരത്തിലെ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഏത് കോമ്പിനേഷൻ വേണമെന്നൊക്കെ തീരുമാനിച്ച് ആരെ ഇറക്കണം എന്നുള്ളത് അങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ സഞ്ജു സാംസണിനെ ഓപ്പണർ എന്ന രൂപത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വേണം കോച്ചിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. സഞ്ജുവിനെ പിന്നെ അന്ന് കോഹ്ലിയും ഇല്ല, ജയ്സ്വാളും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം സന്നാഹ മത്സരത്തിൽ ഓപ്പണറായിട്ട് പരീക്ഷിച്ചത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഒന്നുകിൽ ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ രോഹിത്തും കോഹ്ലിയും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യും. ആ കാര്യം അതിൽ ആരായിരിക്കും രോഹിത്തിന്റെ പങ്കാളി എന്നുള്ളത് വ്യക്തമാക്കാൻ കോച്ച് തയ്യാറായിട്ടില്ല. സഞ്ജു ഇവിടെ പരിഗണനയിലില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ